ടെലിഫോൺ ലൈനിൽ CK മണികണ്ഠൻ കൂടി ചേരുന്നുണ്ട്. അദ്ദേഹം സാമ്പത്തിക വിദഗ്ധനാണ്. ശ്രീ CK മണികണ്ഠൻ, ഇപ്പോൾ ഏറ്റവും പുതിയ വിവരമനുസരിച്ച് പുതിയ സാമ്പത്തിക വർഷത്തെ കടമെടുപ്പിന് സംസ്ഥാന സർക്കാർ തുടക്കമിടുകയാണ്. ഈ സാമ്പത്തിക വർഷം സംസ്ഥാനം ആദ്യം കടമെടുക്കുന്നത് 2000 കോടി രൂപയാണ്. 5000 കോടി വായ്പയ്ക്ക് അനുമതി തേടിയെങ്കിലും 3000 കോടി രൂപ മാത്രമാണ് കേന്ദ്രം അനുവദിച്ചിരിക്കുന്നത്. താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു? കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയുടെ അവലോകനം പ്രത്യേകിച്ച് പുതുതായിട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല. കാരണം വലിയൊരു കടക്കണിയിൽ വിട്ടുകിടക്കുകയാണ്. വേണ്ടത്ര വിഭവം, ശേഷി, കളക്ഷൻ ശ്രദ്ധിക്കാൻ ഗവൺമെന്റിന് നേരമില്ല. അതല്ലെങ്കിൽ ടാക്സ് റിഫോംസിന്റെ കാര്യങ്ങളിൽ എഫക്റ്റീവായിട്ട് ഇടപെടാൻ ഗവൺമെന്റിന് സാധിക്കുന്നില്ല. കെട്ടിക്കിടക്കുന്ന കേസുകൾ ചേർത്ത് അതിന്റെ റവന്യൂ റിക്കവറി പോലെയുള്ള കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാൻ അവർക്ക് സാധിക്കുന്നില്ല. ടോട്ടൽ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ഇത്രയും മോശമായിട്ട് നടന്നിരുന്ന ഒരു സമയം ഉണ്ടായിട്ടില്ല. സാധാരണ കടമെടുപ്പൊക്കെ ഉണ്ടാവാറുണ്ട്. അതൊക്കെ ഈ ഏപ്രിൽ ആദ്യവാരം തന്നെ അല്ലെങ്കിൽ ഏപ്രിൽ രണ്ടാം വാരം തന്നെ കടമെടുക്കുക എന്ന് പറഞ്ഞാൽ കേരളം എത്രമാത്രം സാമ്പത്തിക പരാധീനതയിലാണെന്ന് നമുക്ക് മനസ്സിലാവാൻ സാധിക്കും. 5000 കോടി ചോദിച്ചു, 3000 കോടി സാങ്ഷൻ ചെയ്തു, 2000 കോടി കിട്ടി എന്നൊക്കെ പറഞ്ഞാൽ ഈ കേരളത്തിന്റെ അവസ്ഥ ഈ വർഷം അവസാനമാകുമ്പോഴേക്കും എന്തായിരിക്കും എന്നുള്ളതാണ് വലിയൊരു ആശങ്ക ഉണർത്തുന്നൊരു കാര്യം. എന്തായാലും കേരളത്തിന്റെ ഒരു കെടുകാര്യസ്ഥത, ഏറ്റവും മോശമായിട്ടുള്ളൊരു ധനകാര്യ മാനേജ്മെന്റ് ആണ് ഇപ്പോൾ ഈ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പണം ചെലവഴിക്കാൻ മാത്രമേ അവരുടെ കയ്യിൽ ഇഷ്ടംപോലെ പണയുണ്ട്. ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വരുന്ന സമയത്ത് അതിന്റെ വിഭവം കണ്ടെത്താൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ഒരു സർക്കാർ എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. CK മണികണ്ഠൻ, ഇത് ഏതെങ്കിലും ഒരു സമയത്ത് ടാലി ആകാനുള്ളൊരു സാഹചര്യം ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പറയാൻ സാധിക്കുമോ? കാരണം ഈ സംസ്ഥാന സർക്കാർ സാമ്പത്തിക വർഷത്തിന് കടമെടുപ്പിനാണ് ഇപ്പോൾ തുടക്കമിട്ടിരിക്കുന്നത്. ഇത് ടാലി ആവാൻ എന്തായാലും പോകണില്ലേ. കേരളം എന്തായാലും നമ്മുടെ കടമൊക്കെ മാറി അധിക വരുമാനത്തിന്റെ രീതിയിലൊന്നും കേരളം അടുത്ത കാലത്തൊന്നും എത്താനുള്ള യാതൊരു ലക്ഷണവും കേരളത്തിന്റെ ഒരു ധനകാര്യ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് കാണാൻ സാധിക്കില്ല. ഇത് ടാലി ആവാനായിട്ട് നമുക്കറിയാൻ സാധിക്കും. എടുത്താൽ പൊങ്ങാത്തത്ര കടമായിട്ടാണ് കിഫ്ബി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം മുന്നോട്ട് പോണേ. ഇനി കുറച്ച് കഴിയുമ്പോൾ കിഫ്ബിയുടെ തിരിച്ചടവ് ആരംഭിക്കേണ്ടി വരും. ഒരു തരത്തിലും റവന്യൂ ജനറേഷൻ ഈ കിഫ്ബിയുടെ ലോൺ തിരിച്ചടയ്ക്കാൻ വേണ്ടിയിട്ട് ഉതകുന്ന രീതിയിലുള്ള റവന്യൂ ജനറേഷൻ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ കടം സർവീസ് ചെയ്യാനും കടത്തിൻ്റെതായിട്ടുള്ള പലിശകൾ സർവീസ് ചെയ്യാനും കൂടുതൽ കടം എടുക്കുക എന്ന് അല്ലാതെ കണ്ട് കേരളത്തിന്റെ തനതായിട്ടുള്ള നികുതി വരുമാനത്തിന്റെ അതിന്റെ വർധനവിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, എഫക്റ്റീവ് ടാക്സ് കളക്ഷൻ മെക്കാനിസം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ കേരളം ശ്രദ്ധിക്കാത്തടത്തോളം കാലം ഈ കടം വീട്ടുന്ന ഒരവസ്ഥയിലേക്ക് പോകും. ഒരു പരിധി കഴിഞ്ഞാൽ ഈ കടം എന്താ പറയാ, കടം പെരുത്ത് വീടിന്റെ മോന്തായം വരെ നിലം പൊത്തുന്ന രീതിയിലുള്ള കടം ആയി മാറുകയാണ്. ഇതിനൊരു ധനകാര്യ വിദഗ്ധൻ, ഞാൻ മുമ്പ് ഒരു ചർച്ച കണ്ടപ്പോ വളരെ രസകരമായിട്ടൊരു പറഞ്ഞ കാര്യമുണ്ട്. എന്തായാലും കേരളം ഇന്ത്യയിലല്ലേ, എന്തായാലും കേരളം പാപ്പരാകുമ്പോ ഇന്ത്യക്ക് കൈ കെട്ടി നോക്കിക്കാൻ പാടില്ല, ആ സമയത്ത് അവർ രംഗപ്രവേശം ചെയ്യും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് കേരളം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളം ശരിക്കും പറഞ്ഞാൽ കേരളം ഇത്തരത്തിലും ധനകാര്യ മാനേജ്മെന്റ് ഇവർ കഴിഞ്ഞ സുപ്രീം കോടതിയിൽ കേരളം കടെടുക്കണമെന്ന് പരിധി കൂട്ടണമെന്ന് പറഞ്ഞ വായ്പ കൂട്ടണമെന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി അതിരൂക്ഷമായിട്ട് കേരളത്തിനെ വിമർശിച്ചിട്ടുണ്ടായിരുന്നു. റെക്ലെസ് ബോറോയിങ് എന്നാണ് നമ്മൾ അതിനെ പറയാ. അപ്പൊ ഈ സ്ഥിതി തുടർന്നാൽ കടം ടാലിയാവുന്ന പ്രശ്നം എന്തായാലും ഉദിക്കുന്നില്ല. കടം എത്രമാത്രം പെരുകി വരും എന്ന് മാത്രമേ നമുക്ക് ആലോചിക്കാൻ പറ്റുന്ന ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ.